ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, ഒരു തവണ പോലും ഈ പറയുന്ന ഒരു കാര്യം ചെയ്താൽ, എന്നുവെച്ചാൽ ആഴ്ചയിൽ ഒരു തവണ പോലും ഈ പറയുന്ന ഒരു കാര്യം ചെയ്താൽ നിങ്ങളുടെ ജീവിതം മുഴുവൻ സമ്പത്ത് കൊണ്ട്, ഐശ്വര്യം കൊണ്ട് ആറാടുന്ന രീതിയിൽ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ ചെയ്യുന്നവരെ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. അതുപോലെ സമ്പത്തിലേക്കും ഐശ്വര്യത്തിലേക്കും പോകുമെന്നുള്ളതാണ്. ഞാൻ പറയുന്ന ഈ കാര്യം ഒരുപാട് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഏതൊരാളുടെയും ജീവിതം മാറ്റി എഴുതുന്ന കാര്യമാണ്. ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ട കാര്യമാണ്. നല്ല തൊഴിൽ കിട്ടി, വലിയ ശമ്പളമുള്ള തൊഴിൽ കിട്ടി, പിന്നെ വലിയ രീതിയിൽ ബിസിനസ് വിജയങ്ങൾ ഒക്കെ വർഷങ്ങളോളം ആരൊക്കെ തകർന്നു പോയാലും സാമ്പത്തികമായി തകർന്നു പോകാതെ ഉയർച്ചയിലേക്ക് ഒരുപാട് ആളുകളെ നയിച്ച ഒരു അതീവ ശക്തിയുള്ള, ലളിതമായ, ഏതൊരാൾക്കും ചെയ്യാവുന്ന അത്ഭുതകരമായ ഒരു കാര്യമാണ് പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾ 10-15 മിനിറ്റ് ഈ വീഡിയോയ്ക്ക് വേണ്ടി കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഗുണം ചെയ്യും, ഒരു സംശയവും വേണ്ട. കാരണം ഒരുപാട് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. ആഴ്ചയിൽ ഒരു തവണ പോലും ഞാനീ പറയുന്ന ലളിതമായ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് സമ്പത്തും ഐശ്വര്യം കൊണ്ട് ആറാടും ജീവിതം മുഴുവൻ. പിന്നെ ഈ ചെയ്യുന്നവരെ പിടിച്ചാൽ കിട്ടത്തില്ല, ഇവരെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളൊരു കാര്യമാണ്. നിങ്ങളെല്ലാം കേൾക്കുക, എന്നിട്ട് ചെയ്ത് നോക്കുക. ചെറിയ കാര്യമാണ്, അവർ ചെയ്യാൻ പറ്റുന്നവർ അല്ല താല്പര്യമുള്ളവർ ചെയ്ത് നോക്കുക. അതോടൊപ്പം നിങ്ങൾ പ്രയത്നിക്കുകയും കൂടെ ചെയ്യുക. നിങ്ങൾക്ക് ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങളും ഈ ഈശ്വരാധീനം കൊണ്ടുണ്ടാകാൻ ഉപകരിക്കും. അങ്ങനെയുള്ള ഒരു കാര്യമാണ്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഇത് ശരിയായിട്ട് മനസ്സിലാക്കി ആവശ്യമുള്ളവർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ കർമ്മം, പ്രയത്നവും കൂടെ ഉണ്ടാകണം. വിശദമായിട്ട് പറഞ്ഞു തരികയാണ്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും, എനിക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും, എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഈശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ നമ്മുടെ പ്രാർത്ഥനയൊന്നും വെറുതെ ആകത്തില്ല, അത് ഫലം ഉണ്ടാകും. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് വരികയാണ്. അതിനു മുമ്പ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില, ഇതൊക്കെയാണ് ഞാൻ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വാട്സപ്പിൽ ഇടാം. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എങ്ങനെ ചെയ്യുന്നെന്ന് രീതി പറയും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ആവശ്യമുള്ളവർ ചെയ്യുക. ഒരു തവണ ക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്തുകൊണ്ടൊന്നും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ആവർത്തിക്കേണ്ടി വരും. പിന്നെ അതോടൊപ്പം ഒരു വിശ്വാസം കൊടുക്കേണ്ടതായിട്ട് വരും, പ്രയത്നിക്കേണ്ടി വരും. ഇതൊക്കെ ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യാതിരിക്കുക. പിന്നെ ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, വിളിക്കേണ്ട ദേവത എല്ലാം ഞാൻ പറയും. ഏത് ക്ഷേത്രത്തിൽ ഏത് സമയത്ത് പോകണം ഞാൻ പറയും. എന്ത് വഴിപാട് എങ്ങനെ ചെയ്യണം ഞാൻ പറയും. അത് ശരിയായിട്ട് ചെയ്തവർ ഒക്കെ അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ചെയ്യുന്ന. ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. അതിന് കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും റിപ്ലൈ വാട്സപ്പിൽ തരാൻ പറ്റത്തില്ല. പറ്റുന്നവർക്ക് ഫ്രീ ആകുമ്പോൾ തരും. പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല. നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ എപ്പോഴും തിരക്കി തന്നെയാണ്. പിന്നെ എനിക്ക് പ്രാണായാമം, ശിവയോഗ, പല കാര്യങ്ങളുണ്ട്. ഈ ഓണം ഈശ്വരൻ അനുഗ്രഹിച്ചാൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ആഘോഷിക്കും. കാരണം ഞാൻ ഓണമൊന്നും അങ്ങനെ ആഘോഷിക്കാറില്ല. ഓരോണം ആഘോഷിക്കാറില്ല. ഒരു ആഘോഷങ്ങളും ഞാൻ ആഘോഷിക്കാറില്ല. പക്ഷേ ഈ ഓണം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈശ്വര അവസരം തന്നാൽ പറ്റുന്ന രീതിയിൽ ഞാൻ ആഘോഷിക്കും. കാരണം ഈ ഓണത്തിന് പ്രത്യേകതയുണ്ട്. ഞാനൊരു വീഡിയോ ഇട്ട് ഈ ഓണത്തിന് പ്രത്യേകത ഉണ്ടെന്ന്, അതുകൊണ്ട് തന്നെ അങ്ങനെ വീഡിയോ ഇട്ട്. പക്ഷേ അതിൻ്റെ അത് ശിവഭഗവാൻ്റെ ഒരു വഴിപാടാണ് പറഞ്ഞിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചുള്ള ഈ ഓണത്തിനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ ഈ വർഷമാണ് ഒരു അവധൂതനെ നേരിട്ട് കണ്ടത്. ആ അവധൂതനെ മുന്നിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് ഞങ്ങൾ അഗസ്ത്യ പരമ്പരയിലുള്ള ഒരാൾ അഗസ്ത്യരെക്കുറിച്ച് പറഞ്ഞു തന്നു. അങ്ങനെ ഒരു വിദ്യ പറഞ്ഞു തരുന്നു. ആ അവധൂതൻ ചില കാര്യങ്ങൾ, ആശീർവാദങ്ങൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് കിട്ടി. അന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ അഗസ്ത്യ പരമ്പര എന്നുള്ള ആ വിദ്യ എന്നാലാകുന്ന പോലെ ചെയ്യാൻ തുടങ്ങി. എനിക്ക് ആ ശിവാനുഭവം ഉണ്ടായി. ഞാൻ ഈശ്വരൻ്റെ ആ ശിവാനുഭവത്തിൽ ലയിച്ചിരിക്കാൻ എനിക്ക് സാധിച്ചു. അതെല്ലാം ഈ വർഷമാണ് സംഭവിച്ചത്. അതുകൊണ്ട് ഈ ഓണം പറ്റുന്ന ഈശ്വരൻ അനുവദിക്കുന്ന രീതിയിൽ ഞാൻ ആഘോഷിക്കും. അല്ലാതെ എനിക്ക് ഇന്നേ വരെ ആഘോഷങ്ങളൊന്നും ഞാൻ ആഘോഷിക്കാറില്ല. അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ഇട്ട് ഈ ഓണത്തിന് പ്രത്യേകതയുണ്ട്. അത് വേറൊരു കാര്യമാണ്, ശിവന് ചെയ്യേണ്ട ഒരു വഴിപാടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിലും പ്രത്യേകതയുണ്ട്. ഭഗവാനെ എനിക്ക് ലയിച്ചിരിക്കാൻ അനുഭവം ഉണ്ടായ ഓണമാണ്. അഗസ്ത്യരി എന്നുള്ള ശിവവിദ്യ എനിക്ക് കിട്ടിയ ഓണമാണ്.
ഞാനൊരു അവധൂതരെ ആദ്യമായിട്ട് നേരിട്ട് കണ്ട ഓണമാണ്. ഓണത്തിന് മുമ്പ് ആ അവധൂതൻ ചില വിദ്യകളെക്കുറിച്ച് എന്നോട് പറഞ്ഞ ഒരു ഓണമാണ്. എനിക്ക് ആശീർവാദം നൽകിയൊരു ഓണമാണ്. അഗസ്ത്യ പരമ്പര എന്നുള്ള വിദ്യ കിട്ടിയ ഓണമാണ്. അതുപോലെ തന്നെ ദിവ്യാത്മാക്കളുടെ അനുഭവം ഉണ്ടായ ഓണമാണ് ദിവ്യ ഗുരുക്കന്മാർ. എൻ്റെ ഇവിടെ ഇരിക്കുന്ന പല ഗുരുക്കന്മാരും എനിക്ക് അനുഭവത്തിൽ വന്ന ഗുരുക്കന്മാരാണ് എൻ്റെ ഓഫീസിലിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓണമാണ്. അത് പറ്റിയാൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ ഓണം ഞാൻ ആഘോഷിക്കും. അപ്പോൾ നിങ്ങൾക്കും അതുകൊണ്ട് ഈ ഓണത്തിന് ഞാൻ ഏറ്റവും ദിവ്യമായൊരു രഹസ്യം പറഞ്ഞു തന്നു. ഈ വീഡിയോയ്ക്ക് മുമ്പുള്ളൊരു വീഡിയോയിൽ ഒരു ശിവൻ്റെ ഒരു വിദ്യ പറഞ്ഞു തരുന്നുണ്ട്. അതായത് അകത്തും പുറത്തും ധ്യാനിക്കേണ്ട, ഇവിടുന്ന് 12 അങ്കുലം എടുത്ത് ഒരു ശിവവിദ്യ ചെയ്യുന്നതിന് മുമ്പ്, അതൊക്കെ ഒരിക്കലും കിട്ടാത്ത കാര്യങ്ങളാണ് കേട്ടോ. അത് എനിക്ക് പ്രത്യേകതയുള്ളൊരു ഓണമായതുകൊണ്ട് അതിനിഗൂഢമായ അതിശ്രേഷ്ഠമായ വിദ്യകളാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അതൊക്കെ ഇപ്പോൾ ഇന്ന് യൂട്യൂബിൽ കാണുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത് കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ നഷ്ടപ്പെടാം. ഞാനും ചിലപ്പം വീഡിയോകൾ പിന്നെ ചെയ്യാതിരിക്കുമോ എനിക്കറിയില്ല. നമുക്ക് ആ ഒരു ലയത്തിലേക്ക് പോയി കഴിയുമ്പോൾ നിങ്ങൾ കിട്ടുന്ന അവസരം പ്രയോജനപ്പെടുത്തിക്കോണം ആവശ്യമുള്ളവർ. എനിക്കത്രേ പറയാനുള്ളൂ. ഇതൊന്നും ആരും പറഞ്ഞു തരത്തില്ല ഒരിക്കലും. ഈ ശിവപരമ്പരയിൽ നിന്ന് വരുന്ന ഞാനീ പറയുന്ന പോലുള്ള കാര്യങ്ങൾ ആരും ഒരിക്കലും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. കാരണം ഏതൊരു ഗുരുക്കന്മാർ അല്ലെങ്കിൽ ആ ഇച്ചിരി വിദ്യ പിടിച്ചിട്ടേ പറഞ്ഞു തരത്തുള്ളൂ. ഞാൻ എൻ്റെ മനസ്സിൽ തുറന്നാണ് പറഞ്ഞു തരുന്നത്. അത് ഭഗവാന്റെ ഒരു ഇച്ഛ ഉള്ളത് കൊണ്ടാണ്. ഭഗവാൻ എനിക്കതൊരു അനുവാദം പോലെ നീ കാര്യങ്ങൾ പറയണം എന്നൊരു സ്വപ്നദർശനം നൽകി പറഞ്ഞുകൊണ്ടാണ്. അല്ലെങ്കിൽ അതിനത് പറയത്തില്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പ്രയോജനപ്പെടുത്തിക്കണം. അത്ര തന്നെ. ഇതൊക്കെ എന്നും കിട്ടുമെന്നൊന്നും വിചാരിക്കരുത്. കിട്ടുമ്പം പ്രയോജനപ്പെടുത്തിക്കണം. ഇത് സത്യമുള്ള കാര്യങ്ങളാണ്. അതൊക്കെ എപ്പോഴും കിട്ടത്തില്ല. ഈ പറയുന്ന മുഴുവൻ സത്യമുള്ള കാര്യങ്ങൾ ഈ മുഴുവൻ വീഡിയോയിലും അത് ആവശ്യമുള്ളവർ ഉപയോഗപ്പെടുത്തിക്കണം. ഇനി അയ്യപ്പൻ്റെ ഒരു രഹസ്യമാണ് പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങൾ അയ്യപ്പ ക്ഷേത്രത്തിൽ ആഴ്ചയിൽ ഒന്നെങ്കിലും ദർശനം ചെയ്യണം. അത് എൻ്റെ അഭിപ്രായത്തിൽ ശനിയാഴ്ച ദർശനം ചെയ്യണം. ദർശനം ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു വഴിപാടുണ്ട്. അയ്യപ്പനെ വിളിക്കേണ്ട ഒരു രഹസ്യ രീതിയുണ്ട്. അതെല്ലാം ഞാൻ പറഞ്ഞുതരാം. മുഴുവൻ നിങ്ങൾ കേൾക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെ ഇത് ചെയ്തവരെ പിടിച്ചാൽ കിട്ടത്തില്ല. അതുപോലെ സമ്പത്തും ഐശ്വര്യം അവർക്ക് ജീവിതത്തിൽ ഉണ്ടാകും ഈ അയ്യപ്പൻ്റെ അനുഗ്രഹം ഉണ്ടായാൽ. കാരണം അങ്ങനെ നല്ല സർക്കാർ ജോലി കിട്ടിയവരുണ്ട്, വലിയ രീതിയിലുള്ള സാമ്പത്തികം ഉണ്ടായവരുണ്ട്, ബിസിനസ്സുകാരുണ്ട്. അപ്പോൾ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞിരുന്നത്. കോൺട്രാക്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ള അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞിരുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉപകാരപ്പെടുന്ന കാര്യമാണ്. അതുപോലെ എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് കച്ചവടം ചെയ്യുന്നവരുണ്ട്. അല്ലെങ്കിൽ സ്വന്തമായിട്ട് സ്ഥാപനം നടത്തുന്നവരുണ്ട്. അവരൊക്കെ അയ്യപ്പനെ അവരുടെ ഓഫീസിൽ ഒരു പ്രത്യേക രീതിയിൽ വിളിച്ചാൽ അവർക്കൊക്കെ മേൽഗതി ഉണ്ടാകും. സാധാരണ ഷോപ്പ് നടത്തുന്നവരുണ്ട്, തയ്യൽ ഷോപ്പുകൾ നടത്തുന്നവരുണ്ട്, അതുപോലെ റെസ്റ്റോറൻറ്റ് നടത്തുന്നവരുണ്ട്, അതുപോലെ ഈ ബ്യൂട്ടി പാർലർ നടത്തുന്നവരുണ്ട്, സ്വന്തമായിട്ട് ഒരുപാട് കടകൾ സ്ഥാപനങ്ങൾ ചെയ്യുന്നവരുണ്ട്. അപ്പം അവർക്കും അല്ലാതെ ഇപ്പം സ്വന്തമായിട്ട് അല്ലാതെ തൊഴിൽ ചെയ്യുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും ഒരു പ്രൊഫഷണൽ ആയിരിക്കുന്നവർക്കും എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. ഇതെല്ലാവരും യേശുവിനെ അനുഗ്രഹിക്കട്ടെ. ശിവോഹം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അയ്യപ്പസ്വാമിക്ക് നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കണം. നെയ്വിളക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്ഷേത്രത്തിൽ കിട്ടുന്ന നെയ്വിളക്ക്, ആ നെയ്യിലൂടെ നിങ്ങൾ കൊണ്ടുപോകുന്ന അല്പം നെയ്യും കൂടെ ഒഴിച്ചിട്ട് ബാക്കി നടക്കി വെക്കുകയും ചെയ്യാം. അങ്ങനെ നെയ്വിളക്ക് തെളിയിക്കണം. നമ്മൾ ക്ഷേത്രത്തിൽ നെയ്വിളക്ക് കിട്ടുമല്ലോ, അത് നിങ്ങൾ ഒരു ചെറിയ ടീം നെയ്വിള മതി. അതിൽ അല്പം ഒഴിക്കുക അതിൻ്റെ കൂടെ, എന്നിട്ട് ബാക്കി നടയിൽ വെക്കുക. എന്നിട്ട് ആ നെയ്വിളക്ക് തെളിയിച്ച് ക്ഷേത്രത്തിൽ കിട്ടുന്ന 15 പേരുടെ നെയ്വിളക്കിനകത്ത് നിങ്ങൾ ഇപ്പം നെയ്യും കൂടെ ഒഴിച്ച് കത്തിച്ച് വെക്കുക. അതോടൊപ്പം നിങ്ങളുടെ ബാക്കി വന്ന നെയ്യ് അവിടെ സമർപ്പിക്കുക. ഭഗവാനെ എനിക്ക് സാമ്പത്തികം നൽകണമെന്ന് പറയുക. അപ്പം ഇത് ശനിയാഴ്ച രാവിലെ ചെയ്യണം. ഇതിനകത്തൊരു കാര്യമുണ്ട്. എന്നിട്ട് അയ്യപ്പനെ വിളിക്കേണ്ട ഒരു രീതിയുണ്ട്. അതിലാണ് ഇതിൻ്റെ മാറ്റങ്ങളെല്ലാം കിടക്കുന്നത്. എൻ്റെ അയ്യപ്പ എന്ന് എത്ര ആത്മാർത്ഥമായിട്ട് വിളിക്കാമോ അത്ര ആത്മാർത്ഥമായിട്ട് അയ്യപ്പ എന്ന് വിളിക്കണം. എൻ്റെ അയ്യപ്പ. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ആ വിളിയിലാണ് രഹസ്യം ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? എൻ്റെ അയ്യപ്പസ്വാമി പ്രസാദിക്കുന്നത് എപ്പോഴും ഹൃദയത്തിൽ നിന്നൊരു വിളി വരുമ്പോഴാണ്. ഹൃദയശുദ്ധിയിലെ പ്രസാദിക്കത്തുള്ളൂ. അല്ലാതെ എത്ര വിളിച്ചാലും അയ്യപ്പൻ തപസ്വിയാണ്. അപ്പോൾ അയ്യപ്പന് നിങ്ങളുടെ ഉള്ളിലെ നിഷ്കളങ്കത അല്ലെ ആ ഹൃദയശുദ്ധി എത്ര ആത്മാർത്ഥമായിട്ട് എൻ്റെ അയ്യപ്പ എന്നങ്ങനെ വിളിച്ചാൽ നിങ്ങൾക്ക് അയ്യപ്പസ്വാമി നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും. അയ്യപ്പസ്വാമി അനുഗ്രഹിച്ചാൽ ഒരിക്കലും ജീവിതത്തിൽ ഉയർച്ച തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും.
അത്ഭുതകരമായ കാര്യമാണ്. കാരണം അങ്ങനെ സർക്കാർ ജോലി കിട്ടിയവരെ എനിക്കറിയാം. വളരെ ദുരിതത്തിൽ കഴിഞ്ഞ് ഭാഗ്യം പിന്നെ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹവും ഒക്കെ കൊണ്ട് സർക്കാർ ജോലിയിൽ പിന്നെ അവരുടെ ഒരു അയ്യപ്പസ്വാമി കഴിവ് പ്രയോജനപ്പെടുത്താനും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് സാധിച്ചു. ജോലിയിലിരുന്ന് നല്ല നിലയിൽ കഴിയുന്നവരുണ്ട്. അതുപോലെ ഈ നല്ല രീതിയിലുള്ള ജോലി കിട്ടിയ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് കിട്ടിയവരെ എനിക്കറിയാം. അതുപോലെ ബിസിനസ് നല്ല രീതിയിൽ ചെയ്യുന്നവരെ അറിയാം. അവർ വർഷങ്ങളായിട്ട് എത്രയോ തലമുറകളായിട്ട് ബിസിനസ് ചെയ്ത് പരാജയപ്പെടാതെ നാൾക്ക് നാൾ വിജയം ഉണ്ടാകുന്നവരുണ്ടെന്നുള്ളത് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹമുള്ള. അതുപോലെ കോൺട്രാക്ടർമാർ, ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടായാൽ അത് ശരിക്കും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന അവർക്കൊക്കെ ശരിക്കും അത് അറിയാം. അവർ അയ്യപ്പ എന്ന് വിളിച്ചാൽ അതൊരു വിളിയാണ്. അവർക്കൊക്കെ അതുപോലെ വാരിക്കോരി കൊടുക്കുന്നതുകൊണ്ട് ഒരിക്കലും പുറകോട്ട് പോകത്തില്ല, തകർച്ച ഉണ്ടാകത്തില്ല. അതാണ് അതിൻ്റെ രഹസ്യം അയ്യപ്പൻ്റെ. നിങ്ങൾ ചെയ്ത് നോക്കുക, ആഴ്ചയിൽ ഒരു ദിവസം ചെയ്ത് നോക്കുക, ശനിയാഴ്ച രാവിലെ. അതാണ് അതിൻ്റെ രഹസ്യം. അപ്പോൾ ഈ ചെയ്യുന്നതിനകത്തൊരു പ്രത്യേകതയുണ്ട്. നമ്മളൊരു നെയ്വിളക്ക് ക്ഷേത്രത്തിൽ നിന്ന് 15-20 രൂപയുടെ മേടിച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കൊണ്ടുപോകുന്ന നമ്മുടെയും കൂടെ ഒരു സമർപ്പണം വേണം. നമ്മൾ കൊണ്ടുപോകുന്ന നെയ്യും കൂടെ അല്പം അതിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് അല്പം മതി പേരിന്, ബാക്കി നെയ്യ് നടക്കി വെക്കുക. ഈ നെയ്വിളക്ക് തെളിയിച്ച് അയ്യപ്പ അയ്യപ്പ എന്ന് വിളിച്ചാൽ മതി. ഹൃദയത്തിൽ നിന്ന് വിളിക്കണം, ആത്മാർത്ഥമായിട്ട് വിളിക്കണം. ആ വിളിയിലാണ് കാര്യം ഇരിക്കുന്നത്. എന്നെ രക്ഷപ്പെടുത്തണേ അയ്യപ്പ, എനിക്ക് വേറെ മാർഗ്ഗമില്ല, അയ്യപ്പ എന്ന് വിളിച്ചാൽ മതി. ഒന്നും പറഞ്ഞില്ലേ പോലും നിങ്ങൾക്ക് തൊഴിൽ ഉയർച്ച, സാമ്പത്തികം, തൊഴിൽ സ്ഥിരത, എല്ലാ അനുഗ്രഹങ്ങളും അയ്യപ്പൻ നൽകും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ തന്നെ എത്രയോ ഗൾഫിലൊക്കെ റെസ്റ്റോറൻറ്റ് നടത്തുന്ന നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ഞാൻ ഈ വിദ്യകളൊക്കെ പറഞ്ഞു കൊടുത്ത് എത്രയോ ആളുകൾ നല്ല നിലയിൽ അവർ ജീവിതത്തിലെ സാമ്പത്തികം ഉണ്ടാക്കി. അവർക്ക് തകർച്ച ഉണ്ടാകത്തില്ല. അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ രഹസ്യം. നിങ്ങളത് വിളിക്കുന്ന വിശ്വാസത്തിൽ ആ കാര്യമുണ്ട്. അയ്യപ്പ എന്ന് അതുപോലെ ആത്മാർത്ഥമായിട്ട് വിളിക്കണം. ശനിയാഴ്ച രാവിലെ ഞാനീ പറഞ്ഞ രീതിയിൽ ചെയ്യണം. ആഴ്ചയിൽ ഒന്ന് വീതം ചെയ്താൽ മതി. നിങ്ങളെ ഒരിക്കലും ആര് പിടിച്ചാലും കിട്ടത്തില്ല. അതുപോലെ നിങ്ങൾ സമ്പത്തിലേക്കും ഐശ്വര്യത്തിലേക്കും പോകും. നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ അയ്യപ്പനെ അതുപോലെ വിശ്വസിക്കണം. നമ്മൾ അതുപോലെ ആത്മാർത്ഥമായിട്ട് വിളിക്കണം. ഇനിയും നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും കലഹം, അഭിപ്രായ വ്യത്യാസങ്ങൾ, വഴക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അയ്യപ്പൻ്റെ ഒരു ഫോട്ടോ ഇതുപോലെ ഉണ്ട്. ഈ ഫോട്ടോ ഉണ്ടോ? ഇത് പുലിപ്പുറത്തിരിക്കുന്നതല്ല, അല്ലാതിരിക്കുന്നതാണ്. നമുക്ക് ഇത്രയും ഫോട്ടോ വേണ്ട. പുലിപ്പുറത്തല്ല, അത് സാധാരണ ഇങ്ങനെ ഇരിക്കുന്ന ഇതിനൊരു ശക്തിയുണ്ട്. അദ്ദേഹം ആ ഒരു യോഗാവസ്ഥയിലിരിക്കുകയാണ്. ഈ കൈയുടെ ഇത് കണ്ടോ? ഇത് ശത്രുദോഷങ്ങൾ മാറ്റുന്ന ഒരു ഇതാണ് ഈ മുദ്ര. ഇത് ഭഗവാന്റെ ആ ഒരു അനുഗ്രഹിക്കുന്ന, ഇത് ശത്രുദോഷങ്ങളെ തട്ടി മാറ്റുന്ന മുദ്ര. അങ്ങനെ ഒരു യോഗാവസ്ഥയിരിക്കുന്ന ഈ ഫോട്ടോയ്ക്ക് പ്രത്യേകതയുണ്ട്. ഈ ഫോട്ടോ നിങ്ങൾ വാങ്ങി നിങ്ങളുടെ വീട്ടിൽ വയ്ക്കുക. എന്നിട്ട് കർപ്പൂരം കത്തിച്ച് അയ്യപ്പ എന്ന് വിളിച്ച് തൊഴുക. നിങ്ങളുടെ വീട്ടിലെ എത്ര വലിയ കലഹമായിക്കോട്ടെ, വഴക്കായിക്കോട്ടെ, ചില വീടുകളിലൊക്കെ ഈ ദുർമരണങ്ങൾ ഉണ്ടായ വീടുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഈ ദുരാത്മാക്കളുടെ ശല്യങ്ങളും അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി എന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെ കലഹവും വഴക്കുകളൊക്കെ ഉണ്ടായാലും അയ്യപ്പൻ്റെ മുന്നിൽ അടിയറവ് പറയും. കാരണം എന്തുകൊണ്ട്? അയ്യപ്പൻ മലദൈവമാണ്. മലദൈവത്തിന് ഭയങ്കര ശക്തിയാണ്. അതറിയാവുന്നവർക്കറിയാം. സാധാരണക്കാർക്ക് എത്രമാത്രം അറിയുമെന്ന് എനിക്കറിയത്തില്ല. മലദൈവങ്ങൾക്ക് ഭയങ്കര ശക്തിയാണ്. അയ്യപ്പൻ മലദൈവമാണ്. ശിവനുടെയും നാരായണൻ്റെയും ശക്തിയുണ്ട് അയ്യപ്പന്. അയ്യപ്പൻ മഹാതപസ്വിയാണ്. അപ്പം ഒരു കർപ്പൂരം കത്തിച്ച് അയ്യപ്പ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് തൊട്ട് തൊഴുതാൽ മതി രാവിലെയും വൈകിട്ട്. ആ വീട്ടിലെ അന്തരീക്ഷം മാറും. ഇത് പറയാൻ കാര്യം, കർണാടകയിൽ നിന്ന് ഒരാൾ പണ്ടൊരിക്കൽ എന്നെ കാണാൻ വന്നു. അപ്പം അവരുടെ വീട്ടിൽ എപ്പോഴും സാമ്പത്തിക ദുരിതങ്ങൾ, ആളുകൾ ചുമ്മാ നടന്നാലും വീഴുക, കാലൊടിയുക എന്ന് വേണ്ട. സാമ്പത്തിക ദുരിതം ഒരു വഴി, അല്ലാതുള്ള കലഹങ്ങളും മറ്റു ദുരിതങ്ങളും വേറൊരു വഴി. പിന്നെ തെന്നി വീഴുക, വീഴ്ച ഉണ്ടാകുക, എത്ര ശ്രദ്ധിച്ചാലും എപ്പോഴും പ്രശ്നങ്ങളാണ്. ആ അവസ്ഥയിൽ ഞാൻ ഇതുപോലെ അയ്യപ്പൻ്റെ ഈ വിദ്യ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം എന്നെ കാണാൻ വന്നു. പറഞ്ഞു ഭയങ്കരമായ മാറ്റമായെന്ന് പറഞ്ഞു. നിസ്സാര കാര്യമല്ല, ലളിതമായ കാര്യമാണ്. അത് ചെയ്ത് ഒരുപാട് മാറ്റമായെന്ന് പറഞ്ഞു. പിന്നെ പല ബിസിനസ് ചെയ്യുന്നവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരുടെ കടയിലൊക്കെ വെച്ചിട്ടുമുണ്ട്. ശരിയായിട്ട് സ്വാമിയെ ഹൃദയത്തിൽ നിന്ന് വിളിച്ചാൽ ഒരിക്കലും തകർച്ച ഉണ്ടാകത്തില്ല. പിന്നെ ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും വീട്ടിൽ അയ്യപ്പനെ വിളിച്ച് ഇതുപോലെ പ്രാർത്ഥിച്ചാൽ തൊഴിലുയർച്ച ഉണ്ടാകും, സാമ്പത്തിക സ്ഥിരത ഉണ്ടാകും, തൊഴിൽ സ്ഥിരത ഉണ്ടാകും. അവരൊരിക്കലും തകരത്തില്ല. അപാരമായ, കാരണം അയ്യപ്പൻ തപസ്വിയാണ്, മലദൈവമാണ്. അയ്യപ്പന് ശക്തി തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന അവർക്കറിയാം. കൂടുതലും തമിഴ്നാട്ടിൽ നിന്നാണല്ലോ ഒരുപാട് ഭക്തന്മാരും ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ്.
എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് അതുപോലെ അനുഭവമുണ്ട്. അവർക്ക് ആ അയ്യപ്പൻ്റെ ആ ഒരു അനുഗ്രഹം അറിയാം. നമ്മുടെ ഇവിടുന്ന് ആളുകൾ പോകുന്നുണ്ട് എങ്കിൽ പോലും തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഒക്കെ ലോകത്തിൻ്റെ നാനാഭാഗത്തും ആളുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്കൊക്കെ അയ്യപ്പൻ്റെ ശക്തി അറിയാം. അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ, അയ്യപ്പൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ശക്തിയാണ്. ഈ മുദ്ര, ഇങ്ങനൊരു മുദ്രയുണ്ട്, ഇങ്ങനൊരു മുദ്ര, ഇത് ശത്രുദോഷത്തെ തട്ടി മാറ്റുന്നതാണ്. പിന്നെ അദ്ദേഹം അനുഗ്രഹിക്കുന്ന മുദ്ര. അങ്ങനെ 2 മുദ്രയോടുകൂടിയാണ് അയ്യപ്പൻ ഞാൻ കാണിച്ച ഫോട്ടോയിലിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരിക്കലും ഒരു കോൺട്രാക്ടർ എൻ്റെ അടുത്ത് വന്നു. അയാൾക്ക് ഒരു രക്ഷയില്ലാതെ കുറേ പൈസ പ്രശ്നങ്ങളൊക്കെ, ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു. അങ്ങനെ വന്ന് ഞാൻ പറഞ്ഞു, ശനിയാഴ്ച വൈകിട്ട് അയ്യപ്പസ്വാമിക്ക് ഇതുപോലെ പോയി നെയ്വിളക്ക് തെളിയിക്കാൻ പറഞ്ഞു. അപ്പോൾ ശനിയാഴ്ച രാവിലെ ഞാൻ പറഞ്ഞിരിക്കും നിങ്ങൾ നെയ്വിളക്ക് തെളിയിച്ചാൽ മതി. ശനിയാഴ്ച വൈകിട്ട് നെയ്വിളക്ക് തെളിയിക്കുന്നുണ്ടെന്ന് വെച്ചാൽ പെട്ടെന്നൊരു കാര്യം സാധിക്കണം, ഒരു വഴി കിട്ടണമെന്നുണ്ടെങ്കിൽ വൈകിട്ട് തെളിയിക്കുക. അല്ലാതെ നമുക്കൊരു സാമ്പത്തിക ഉയർച്ച അങ്ങനെയുള്ള കാര്യത്തിനും നല്ല തൊഴിലും തൊഴിൽ സ്ഥിരതയ്ക്കും എല്ലാം രാവിലെ ചെയ്താൽ മതി. പെട്ടെന്നൊരു കാര്യസാധ്യമാണെങ്കിൽ ശനിയാഴ്ച വൈകിട്ട് പോയി നെയ്വിളക്ക് തെളിയിക്കാം. അതാണ് അതിൻ്റെ രഹസ്യം. അത് നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്യുക. അങ്ങനെ അദ്ദേഹം വൈകുന്നേരം പോയി നെയ്വിളക്ക് തെളിയിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന് ആ സാമ്പത്തികത്തിനൊരു മാർഗം കിട്ടി. ഒരാൾ സഹായിക്കാൻ മുന്നോട്ട് വന്നു, ഉടനെ തിരിച്ചു കൊടുക്കേണ്ട ആ രീതിയിലൊരു അദ്ദേഹത്തിനൊരു പിന്നെ അവിടെ തൊട്ട് അദ്ദേഹം പിടിച്ചു കയറി. ഇത് ഞാൻ പറഞ്ഞതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ അയ്യപ്പൻ്റെ ആ ഒരു രഹസ്യമാണ്. നിങ്ങളിപ്പോൾ കുട്ടികളെ ആണെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം അയ്യപ്പ ക്ഷേത്രത്തിൽ വീടിനടുത്തുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി നെയ്വിളക്ക് തെളിയിച്ച് അയ്യപ്പ എന്ന് വിളിച്ച് പ്രാർത്ഥിപ്പിക്കുക. അവർക്കൊക്കെ നല്ല ജോലി, നല്ല സ്വഭാവം, നല്ല ഉയർച്ച, അത് തൊഴിൽ സ്ഥിരത ഒക്കെ ഏറ്റവും മിടുക്കന്മാരായിട്ട് വരും. പിന്നെ പ്രായമുള്ളവർക്കും ചെയ്യാം, തൊഴിൽ ചെയ്യുന്നവർക്കും ചെയ്യാം, വീട്ടമ്മമാർക്കും ചെയ്യാം, എല്ലാവർക്കും ചെയ്യാം. അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇത് ഞാൻ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞത്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒരു അറിവായത്. നിങ്ങളുടെ ജീവിതത്തിലെ അയ്യപ്പസ്വാമി വിളിക്കുന്ന എപ്പോഴും അയ്യപ്പ എന്ന് വിളിക്കുന്നത് ഹൃദയത്തിൽ നിന്ന്. ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ എപ്പോഴും പറയും, നിങ്ങളിപ്പോൾ ഏതൊരു തൊഴിൽ ചെയ്താലും നിങ്ങൾക്ക് ഒരു പരിധിയിൽ കൂടുതൽ പണം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ചെയ്യണം. ഇപ്പം നിങ്ങൾ എത്ര ഒരു തൊഴിൽ ചെയ്താലും നിങ്ങൾക്കൊരു പരിധിയിൽ കൂടുതൽ കാശുണ്ടാകണമെങ്കിൽ എക്സ്ട്രാ ആയിട്ട് ചെയ്യണം. നിങ്ങൾ ഏതെങ്കിലും ഒരു തൊഴിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും പരിപാടിയും കൂടെ ചെയ്യണം. അവിടെ ധനം ഉണ്ടാകുക. കാരണം എന്താണെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുമ്പോൾ ദിവസവും പണം വന്നും പോയി നിൽക്കും. ദിവസവും നമ്മുടെ കയ്യിലോട്ട് പണം വരികയാണ്. അങ്ങനെ ദിവസവും പണം വരുന്നവനാണ് ശരിക്കും സാമ്പത്തിക സ്വാതന്ത്ര്യമുള്ളവർ, സാമ്പത്തികം അനുഭവിക്കുന്നവർ. മാസത്തിലൊരു പണം കിട്ടുന്ന അവരെന്ന് പറഞ്ഞാൽ എത്ര വലിയ തുക കിട്ടിയാലും ആനുപാതികമായിട്ട് ചിലവ് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകും. പക്ഷെ ദിവസവും പണം കൈ വരുന്നവർക്ക് അവരാണ് ശരിക്കും സാമ്പത്തികം അനുഭവിക്കുന്നവർ. അങ്ങനെ അതുകൊണ്ട് തന്നെ നമ്മൾ ജോലി ഉണ്ടെങ്കിൽ പോലും സ്വന്തമായിട്ട് എന്തെങ്കിലും തൊഴിലൂടെ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ശരിയായ സാമ്പത്തികം ഉണ്ടാകുന്നത്. വലിയ അന്തരമുണ്ട്. ദിവസം പണം വരുന്നവൻ്റെയും മാസം പണം വരുന്നവൻ്റെയും ജീവിതത്തിൽ വലിയ അന്തരമുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾക്ക് സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്നവരുണ്ട്. ചിലപ്പോൾ ബ്യൂട്ടി പാർലർ ആയിരിക്കും, ചിലപ്പോൾ ഒരു റെസ്റ്റോറൻ്റ് ആയിരിക്കും, ചിലപ്പം ചെറിയൊരു മാടക്കടയായിരിക്കും, ചിലപ്പം വലിയ റെസ്റ്റോറൻ്റ് ആയിരിക്കും, ചിലപ്പം വലിയ ബിസിനസ്സുകളായിരിക്കും. അങ്ങനെ ഒരുപാട് ആളുകൾ ജീവിതത്തിൽ ഗുണം ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചുമ്മാ ഒരാൾ പോയി ബിസിനസ് ചെയ്യണമെന്നല്ല, നമ്മൾക്ക് പറ്റുന്ന കാര്യങ്ങളായിരിക്കണം, നമ്മൾക്കത് ചെയ്യാനുള്ള കഴിവ് വേണം, അതിനെക്കുറിച്ച് അറിയാതിരിക്കണം. അങ്ങനെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഏതൊരു കാര്യം ചെയ്യാവുള്ളൂ. അല്ല ചുമ്മാ പോയി ആരും ചെയ്താൽ ബിസിനസ് വിജയിക്കത്തില്ല. ഇനി ഈശ്വരാധീനത്തിന് വേണ്ടി ഇതുപോലുള്ള അയ്യപ്പനുള്ള കാര്യങ്ങൾ, ഇതുപോലുള്ള കാര്യങ്ങൾ നല്ലതാണ്. ഒന്നാമത്തെ കാര്യം, നമുക്ക് പറ്റുന്ന ബിസിനസ് ആയിരിക്കണം, നമുക്ക് അതിനെക്കുറിച്ച് അറിയണം, അത് വിജയിക്കുമെന്ന് നമുക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം. പിന്നെ നമുക്കത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നതായിരിക്കണം. നമുക്കത് ഒരു സാവധാനം വിജയിച്ചാൽ പോലും പിടിച്ചു നിൽക്കാനുള്ള സാമ്പത്തികം നമ്മുടെ കയ്യിൽ വേണം. പിന്നെ അവനവനെ പഠിച്ചിട്ടേ ചെയ്യാവുള്ളൂ. അതോടൊപ്പം അപ്പോൾ ഈ ചെറിയ മാടക്കടകൾ, അല്ലെ ചെറിയ ബ്യൂട്ടി പാർലറുകൾ, ചെറിയ രീതിയിലുള്ള തുണി വിൽക്കുന്ന, അല്ലെ അങ്ങനെയുള്ള തുണിയുടെ വർക്ക് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ധാരാളം ലേഡീസും ഒക്കെ നമ്മുടെ വീഡിയോ കണ്ട ശേഷം ഈശ്വരാനുഗ്രഹം കൊണ്ട് ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വലിയ പൈസ മുടക്കി ഒന്നും ചെയ്യരുത്. എന്നിട്ട് നമുക്കത് വർദ്ധിക്കാനനുസരിച്ച് ചെയ്താൽ മതി. അപ്പം അത് എനിക്ക് അതൊക്കെ നമുക്ക് വലിയ സന്തോഷമാണ്. അപ്പോൾ നിങ്ങളുടെ ആവശ്യം പോലെ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈശ്വരാധീനം ഉണ്ടാകുമ്പോൾ, നിങ്ങൾക്കിപ്പോൾ ഒരു സ്വന്തമായിട്ടൊരു തൊഴിൽ ചെയ്യാൻ നിങ്ങൾക്ക് അത് നന്നായിട്ട് പഠിച്ച് അതിനെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ വിജയിപ്പിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അതുപോലെ ചെറിയ രീതിയിൽ നമ്മളെ കൈ നിൽക്കുന്ന കാര്യങ്ങൾ അവനവന് ഈശ്വരാധീനങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ദൈവാനുഗ്രഹം ഉണ്ടാകുമ്പോൾ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. എന്ന് കരുതി ബിസിനസ് അറിയാത്തവരൊന്നും ബിസിനസ് ചെയ്യാൻ പോകരുത്. അത് ചെറിയ രീതിയിൽ അതിന് കഴിവുള്ളവർ
മറ്റു ഭാഗ്യ തടസ്സങ്ങൾ കൊണ്ട് തടസ്സപ്പെട്ടിരിക്കുന്നവർ ഒക്കെ ഈ അയ്യപ്പൻ്റെ അനുഗ്രഹം ഉണ്ടായാലും പിന്നെ നമ്മൾ പരിശ്രമിക്കണം. നമ്മൾ അതിനെ ഏറ്റവും ആത്മാർത്ഥമായിട്ട് ചെയ്യണം. ചെറിയ രീതിയിൽ വേണം ഏതൊരു കാര്യം ആദ്യം തുടങ്ങാൻ. നമ്മുടെ കൈ നിൽക്കുന്ന കാര്യങ്ങളായിരിക്കണം. മറ്റൊരുത്തൻ്റെ കഴിവിനെ ആശ്രയിച്ചോ അല്ലെങ്കിൽ മറ്റൊരുത്തൻ്റെ വാക്കിനെ ആശ്രയിച്ചു നമ്മളെക്കൊണ്ട് അത് ഏത് ലെവലിലാണെങ്കിലും അത് നോക്കി നടത്താൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുണ്ടെങ്കിൽ നമുക്ക് അത്തരം കാര്യങ്ങൾ നമ്മൾക്ക് ആലോചിച്ച് അന്വേഷിച്ച് ഈശ്വരാധീനത്തോടു കൂടി ചെറിയ രീതിയിൽ ചെയ്യുന്നത് അതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ ഈശ്വരാധീനം ഉണ്ടാകുമ്പോഴൊക്കെ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടായി വരും. ഇതൊക്കെ നിങ്ങളുടെ ആവശ്യം പോലെ നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ നല്ല രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ അയ്യപ്പസ്വാമിയുടെ ഒരു അനുഗ്രഹം ഉണ്ടായാൽ ഏത് വിധേന ജീവിതത്തിലൊക്കെ പുതിയ പുതിയ ഒരു മാർഗങ്ങൾ തെളിഞ്ഞു വരുമെന്നുള്ളതാണ്. ഞാനിത് പറഞ്ഞത് നിങ്ങൾക്കെല്ലാം പ്രയോജനം ഉണ്ടാകട്ടെ. അത് തൊഴിൽ ചെയ്യുന്നവർക്കും തൊഴിലിന് വേണ്ടി പരിശ്രമിക്കുന്നവർക്കും ഒക്കെ അതിൻ്റെ ഗുണം ഉണ്ടാകും. ഇനി സർക്കാർ ജോലി അല്ലെങ്കിൽ വലിയ കമ്പനിയിൽ ജോലി അല്ലെങ്കിൽ സ്ഥിരതയുള്ള ജോലി എന്തിനും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം നല്ലത് തന്നെയാണ്. നമുക്കൊരിക്കലും ജീവിതത്തിൽ പരാജയം ഉണ്ടാകാതിരിക്കാമെന്ന് ഉപകരിക്കും. ആര് തകർന്നാലും അയ്യപ്പസ്വാമിയെ വിളിക്കുന്നവർ തകരത്തില്ല. ഏതവസ്ഥയിലും പിടിച്ചു നിൽക്കും. അതൊരു അതറിയാവുന്നവർക്കറിയാം, പലർക്കും അത് അറിയില്ല. അതല്ലേ അയ്യപ്പന് അങ്ങനെ ഒരു ശക്തി ഉണ്ട് അയ്യപ്പന്. അപ്പോൾ അത് ഇത് വീഡിയോയിൽ നേരത്തെ ഞാൻ അയ്യപ്പനെ കുറിച്ച് പലതവണ പറഞ്ഞിട്ടുള്ള എങ്കിലും ഞാൻ കുറച്ചുകൂടി ഡീപ്പായിട്ടിപ്പം ഈ പുതിയ കുറച്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് പറഞ്ഞതാണ്. പ്രയോജനപ്പെടുത്തുക. ഇനി ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ മാത്രമേ അതിന് മുതിരാവുള്ളൂ. അതിന് കഴിവില്ലാത്തവർ ആ പണിക്ക് പോകരുത്. അത് ഇരട്ടി നഷ്ടം ഉണ്ടാക്കി വെക്കും കേട്ടോ. അവനവന് കഴിവുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ശ്രമിക്കാവുള്ളൂ, അല്ലാത്തവർക്ക് നഷ്ടമുണ്ടാകും. അപ്പോൾ എല്ലാവരെയും സദ്ബുദ്ധി എല്ലാവർക്കും ഈശ്വരൻ നൽകട്ടെ. നമുക്ക് സദ്ബുദ്ധി ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ഈശ്വരൻ നമ്മളെ വേണ്ടതെല്ലാം നമുക്ക് ചെയ്യാനുള്ള കഴിവ് സാഹചര്യമൊക്കെ ഈശ്വരാനുഗ്രഹം ഉണ്ടാകുമ്പോൾ ഉണ്ടാകും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രയോജനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇന്ന് ഇങ്ങോട്ട് ഓഫീസിലോട്ട് വരുമ്പോൾ ഞാൻ നടന്നു വരുമ്പോൾ എൻ്റെ കൈയുടെ അവിടുന്ന് ഇങ്ങനെ ഒരു ശബ്ദം കേട്ടു, ഷൂ എന്നൊരു ശബ്ദം. ഞാൻ നോക്കിയപ്പോൾ ഒരു ബൈക്കാണ്. അത് ഞാൻ നോക്കിയപ്പം തന്നെ അത് ദൂരെ അങ്ങ് ചെന്നു. ഞാൻ നോക്കിയപ്പോൾ ഈ ബൈക്കിൻ്റെ പുറവശം ഇങ്ങനെ പൊക്കി സീറ്റ് പൊങ്ങി വെച്ചിരിക്കുന്ന ബൈക്കുണ്ടല്ലോ, സാമാന്യം നല്ല വിലയാണ്. യോയോ ഇപ്പോൾ ഇങ്ങനെ താടിയൊക്കെ വെച്ച് ഇങ്ങനെ മുടിയൊക്കെ വെച്ച് കീറിയ പാൻറ്റും ഒക്കെ ഇട്ട്, അത് പാഷൻ പാൻറ്റൊക്കെ ഇങ്ങനെ വട്ടത്തിൽ കീറി, അങ്ങനെ ഈ യോയോമാർ ആരാണ്ടാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. കാരണം ഇവനൊരു ഒരു 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 കാണാൻ പറ്റുന്നില്ല, അതുപോലെ സ്പീഡിലാണ് പോകുന്നത്. ഞാൻ ആലോചിച്ചൊരു കാര്യം എന്താണെന്നുള്ളത്. ഇത് എൻ്റെ ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എൻ്റെ കൈയുടെ ഇതുവഴിയായിട്ടാകും പോയത്. ഇവനവിടെ നിന്ന് വന്നെന്ന് എനിക്കറിയത്തില്ല. അത്ര സ്പീഡിലാണ് റോഡിൽ കൂടെ പോകുന്നത്. അത് പോക്കറ്റ് റോഡാണ് എങ്കിൽ പോലും. അപ്പം ഞാൻ വിചാരിച്ചു ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷേ ഇവനെ സ്പീഡെന്ന് പറഞ്ഞാൽ അതുപോലെ സ്പീഡാണ്. ഞാൻ ആലോചിച്ചൊരു കാര്യമുണ്ട്, ഇവനെ കാത്ത് വീട്ടിലൊരു അച്ഛനും അമ്മയും ഉണ്ടാകും അല്ലേ? ഈ ആവശ്യമില്ലാത്ത സ്പീഡ് കൊണ്ട് എന്തെല്ലാം അപകടങ്ങളുണ്ടാകും. ഒന്നാമത്തെ കാര്യം, റോഡിൽ മുഴുവൻ കുണ്ടും കുഴിയും കാണും. കുണ്ടും കുഴിയും അതൊക്കെ ശ്രദ്ധിച്ച് ഇത്ര സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ഇതൊന്നും ശ്രദ്ധിച്ച് പോകാൻ പറ്റത്തില്ല. പിന്നെ ഈ റോഡിൽ കൂടെ എതിരെ വാഹനങ്ങൾ വരുന്നുണ്ടായിരിക്കും. ആളുകൾ നടന്ന് ചിലപ്പം ക്രോസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടാവും, അല്ല സൈഡിൽ കൂടെ ആളുകൾ പോകുന്നുണ്ടാവും. ഇതൊക്കെ ഈ സ്പീഡിൽ പോയി കഴിയുമ്പോൾ എത്ര പേർക്ക് അതുകൊണ്ട് ദോഷം ഉണ്ടാകുന്നു. അവനവൻ്റെ ജീവനും ഭീഷണി ഉണ്ടാകുന്നു, മറ്റൊരുത്തർക്ക് ജീവനും ഭീഷണി ഉണ്ടാകുന്നു. പക്ഷേ ഇതൊരു ബോധമില്ല. യോയോമാരോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. പക്ഷേ ഇതൊക്കെ നമുക്ക് ഈ ഒരു കുട്ടികളെ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെറുപ്പത്തിലെ പറഞ്ഞ് പഠിപ്പിക്കണം. അവന് നല്ലൊരു ബോധമുണ്ടെങ്കിൽ, നല്ലൊരു ഈശ്വരാധീനം ഉണ്ടെങ്കിൽ, നല്ലൊരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ജീവിക്കും. ഇപ്പം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ ഒരു ലക്ഷ്യമില്ലായ്മ അല്ലെങ്കിൽ ബോധമില്ലായ്മയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാര്യം. ഇപ്പോൾ യോയോമാരാണേലും പലരും ഇങ്ങനെ താടി ഇങ്ങനെ വളർത്തി, അതൊക്കെ അവനവൻ്റെ സ്വാതന്ത്ര്യം, അതൊന്നും ഞാനൊന്നും പറയുന്നില്ല. മുടി ഇങ്ങനെയും വെച്ച് സാധാരണ മുടി നമ്മൾ വെട്ടിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ കാറ്റ് കിട്ടാനും നമുക്കൊരു ആ ത്വക്കിന് വേണ്ട ആ കാറ്റ് കിട്ടാനും ഒക്കെ വേണ്ടിയാണ്. ഇത് ഈ മുടി ഇങ്ങനെ ചെവി വടിയെല്ലാം വന്ന് അതൊക്കെ പിന്നെ എല്ലാവർക്കും വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ നമ്മൾ കൂടുതലും ആളുകൾ അങ്ങനെ ചെയ്യാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമുക്കിവിടെ കാറ്റൊക്കെ കിട്ടണം, അതിനുവേണ്ടിയാണ് മുടിയെല്ലാം വെട്ടിവെച്ച് എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെയെന്ന് വെച്ചാൽ അത് നമ്മളുടെ
ശരീരത്തിന് ആ രീതിയിലുള്ള കാര്യങ്ങൾ നല്ലതാണ്. ഇതിപ്പോൾ ഇത് ചെവിയും കാണത്തില്ല, പറയുന്നോട്ട് കേൾക്കത്തുമില്ല, ഇവനോട് വല്ലതും പറഞ്ഞിട്ടും കാര്യമുണ്ടോ? മുടിയെല്ലാം പ്രത്യേക രീതിയിൽ വെച്ചു. ഇതുകൊണ്ടൊക്കെ തന്നെ ഉഷ്ണമാകുമ്പം കൂടുതൽ ഈ വെള്ളമൊക്കെ താന്നും പെട്ടെന്ന് പനി പിടിക്കുകയും അല്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമല്ലാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ അതുപോലെ പാൻറ്റ് സാധാരണ കീറി, വട്ടം കീറി, ഇതുകൊണ്ടൊക്കെ എന്തോ ആണോ ഗുണം ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല. പാഷനാണെങ്കിൽ ഇതൊന്നും അല്ല പാഷൻ. പിന്നെ ഈ കയ്യിലും ഒക്കെ വലിയ അച്ചൊക്കെ കുത്തി, ഈ കയ്യിലൊക്കെ അച്ചു കുത്തുന്നത് ഈ യോയോമാരുടെയൊക്കെ വിചാരം ഇത് പരിഷ്കാരമാണ്. പക്ഷെ ഇത് മായന്മാരുടെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു ഈ അച്ചു കുത്തുന്ന പരിപാടിയൊക്കെ. അപ്പോൾ ഈ പ്രാകൃതമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബോധമില്ലായ്മ എൻ്റെ കുഴപ്പം എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെയാണെന്നല്ല. ചില നമ്മൾ കാണുന്ന ചില യോയോകളുടെ കാര്യം എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ കാണുന്ന കാര്യമാണ് പറയുന്നത്. ഇവന്മാർക്ക് ധൃതിയാണ് എന്ന് വെച്ചാൽ, കാരണം കുട്ടികളാണ്, അമ്മമാരെ കുറ്റം പറയുകയല്ല. അമ്മമാർക്ക് ചിലപ്പം പാവങ്ങളുമായിരിക്കും, പക്ഷെ ഇവർക്ക് എന്ത് ചെയ്യണമെന്നുള്ള അറിയത്തില്ല. ചുമ്മാ സ്പീഡിൽ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സ്പീഡിൽ ഒരിക്കലും പോകരുത്, അത് ആപത്തെ ഉണ്ടാക്കത്തുള്ളൂ. ഒരു ആ വ്യക്തിക്ക് മാത്രമല്ല, ഈ റോഡിൽ കൂടെ പോകുന്ന ചിലപ്പം ഒരു റൈഡിൽ കൂടെ പോകുന്ന ഒരു അമ്മയായിരിക്കും, അല്ലെങ്കിൽ പ്രായമുള്ള ഒരാളായിരിക്കും, അവരുടെ ജീവനോട് ഭീഷണിയാണ്. പിന്നെ ഇവൻ്റെ ജീവനും ഭീഷണിയായി. ഇത്രയും സ്പീഡിൽ പോയി കഴിഞ്ഞാൽ കുണ്ടും കുഴിയും കാണും. അത് എപ്പോഴും അപകടം വരുത്തി വെക്കത്തുള്ളൂ. ഇത്രയും വേഗത്തിൽ പോയ പക്ഷെ പറഞ്ഞ് ആരോട് പറയാൻ, ആർക്കും മനസ്സിലാകാനാണ്. ഇങ്ങനെ സമൂഹം അങ്ങനെ രീതിയായിപ്പോയി. കാരണം എന്തുവാ ചെയ്യുന്നൊരു ഒരു ബോധമില്ലാത്ത ഒരു അവസ്ഥയിലേക്കായിപ്പോയി. എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. അങ്ങനെ കാരണം ഒന്നത്തെ കാര്യം, ചെറുപ്പം മുതലേ നല്ല നല്ല ക്ലാസ്സുകൾ, നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കാത്തതുകൊണ്ടും നല്ല രീതിയിലുള്ള ഒരു ദൈവാധീനം, ഈശ്വര വിശ്വാസം, ഇവരൊന്നും ക്ഷേത്രത്തിലൊന്നും പോകുന്ന പാർട്ടികളൊന്നും ആയിരിക്കത്തില്ല. കാരണം കുറച്ചൊക്കെ ദൈവാധീനമുണ്ട്, സദ്ബുദ്ധി തെളിയും. നമ്മുടെ ഉള്ളിൽ നല്ലൊരു ബിലീഫ് സിസ്റ്റം ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ ബുദ്ധി വർക്കൗട്ടാകും. ഈ ജൂതന്മാരുടെയൊക്കെ ബുദ്ധിയുടെ ഒരു പ്രധാന രഹസ്യം വെച്ചാൽ, ഒന്ന് അവരുടെ ആഹാര രീതി, രണ്ട് അവരുടെ ബിലീഫ് സിസ്റ്റം. അവരുടെ കടുത്ത വിശ്വാസികളായി ജൂതന്മാർ. അതുപോലെ തന്നെ അവർ ഷാർപ്പ് ഇൻ്റലിജൻസുമാണ്. നല്ല രീതിയിലുള്ളൊരു ഈശ്വര വിശ്വാസം. അതിപ്പോൾ ഏതുമായിക്കോട്ടെ. നമ്മൾ മന്ത്രങ്ങൾ ജപിക്കുന്നു. അപ്പോൾ ഈ മന്ത്രങ്ങൾ ജപിക്കുന്ന അത് ആവർത്തിച്ച് ജപിക്കുമ്പോൾ നമ്മളുടെ മനസ്സ് കോൺസെൻട്രേറ്റ് ആകുമോ ഒരു കാര്യത്തിലേക്ക്. അപ്പോൾ അങ്ങനെയുള്ള ചെറുപ്പം മുതലേ നല്ലൊരു വിശ്വാസം വളരുന്ന ഒരു കുട്ടിക്ക് അവന് തൊഴിൽപരമായിട്ടും ഒക്കെ അത്ഭുതങ്ങൾ ചെയ്യാൻ അവന് ഏറ്റവും ഷാർപ്പ് ഇൻ്റലിജൻസ് ആയിരിക്കും. അപ്പം ഏത് വിശ്വാസം ആയിക്കോട്ടെ, നല്ലൊരു ബിലീഫ് സിസ്റ്റം ഉള്ള ഒരു വ്യക്തിക്ക് അവൻ സമൂഹത്തിൽ അവനൊരു ലക്ഷ്യം കാണും. ഇത് ക്ഷേത്രത്തിലും പോകത്തില്ല, പള്ളിയിലും പോകത്തില്ല, ഈ കാണുന്നതിൻ്റെ എല്ലാം പുറകെ, ആഘോഷങ്ങളുടെ പുറകെ, എന്തോ കാണുന്ന എന്തോ ചെയ്യുന്ന ഒന്നും അറിയില്ല. മുടിയും വെട്ടിക്കത്തില്ല, മീശയും വെട്ടി ഒതുക്കത്തില്ല, ഉച്ചാണ്ടാടിയും വളർത്തി, കീറിയ പാൻറ് വിട്ട്, എല്ലാം ഓപ്പോസിറ്റായിട്ടാണ് ചെയ്യുന്നത്. മറ്റുള്ളവർ ചെയ്യുന്നതിന് ഓപ്പോസിറ്റായിട്ട് അത് അപാരമായ സ്പീഡിലും പോയി. ഇതുകൊണ്ടൊക്കെ എന്ത് നേടുന്നെന്ന് എനിക്ക് മനസ്സിലാകുന്നു. ഒന്നാമത്തെ കാര്യം ബോധമില്ലായ്മ തന്നെയാണ്, വേറൊന്നുമല്ല. നല്ലൊരു ബിലീഫ് സിസ്റ്റം ഉണ്ടാകണം, നല്ലൊരു ഈശ്വര വിശ്വാസം. അത് ഏത് മതമായിക്കോട്ടെ, നല്ല രീതിയിലുള്ള വിശ്വാസങ്ങൾ എപ്പോഴും ഗുണമേ ഉണ്ടാകത്തുള്ളൂ. പിന്നെ സമൂഹത്തോട് എങ്ങനെ പെരുമാറണം, നമ്മളെക്കൊണ്ട് സമൂഹത്തിന് ഗുണം ഉണ്ടാകണം എന്നൊരു ചിന്തയും കൂടെ ഉണ്ടാകണം. എനിക്കിന്ന് കണ്ടപ്പം തോന്നിയ ഒരു കാര്യമാണ്. എനിക്ക് പണ്ട് യോയോമാരെ ഒരു പ്രാവശ്യം ഞാൻ ഓട്ടോയിൽ പോയപ്പോൾ ആദ്യം ഓട്ടോ ഇങ്ങനെ വന്നു. ആദ്യം ഒരു യോയോ വന്ന് ഓട്ടോയ്ക്ക് വട്ടം ചാടിയപ്പം ഓട്ടോ ഡ്രൈവർ പേടിച്ച് വണ്ടി തിരിച്ചൊഴുകി. പിന്നെ ഒരു 2 യോയോ വന്ന് വട്ടം ചാടി. ഓട്ടോ ഡ്രൈവർ നമശിവായ ജപിച്ചു പോയി. കാരണം ഇവന്മാരോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. കുട്ടികൾ ആവേശമാണ്, വേറെ പ്രായമത, ഒരു പരിധി വരെ ഇവന്മാർക്ക് ആവേശമാണ്. പിന്നെ ഒരു ബോധമില്ലായ്മ. ഇവന്മാർക്കൊക്കെ നല്ല ക്ലാസ്സുകൾ ആവശ്യമാണ്. ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ക്ലാസ്സുകൾ, ഇവന്മാരുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന രീതിയിൽ നല്ല ക്ലാസ്സുകൾ എടുക്കണം ഈ ഇങ്ങനെയുള്ള കുട്ടികൾക്ക്. ഈ പ്രായത്തിലുള്ള അവർക്ക് കാണുന്നതിൻ്റെയും കേൾക്കുന്നതിൻ്റെ എല്ലാം പുറകെ പോകാനുള്ള ആവേശം കൂടുതലാണ്. അതായത് ആ ഒരു പ്രായത്തിൽ, ആ ഒരു 17-18 വയസ്സിൽ ആ ഒരു ഹോർമോൺസിൻ്റെ വളർച്ചയൊക്കെ ഉള്ളതുകൊണ്ട് ഇവർക്ക് ആവേശം കൂടുതലാണ്. എന്തെങ്കിലും എൻ്റെ ഒരു സാന്നിധ്യം ഈ സമൂഹത്തിൽ കാണിക്കാൻ വേണ്ടി പലതും കാണിച്ചു കൂട്ടും. അപ്പോൾ അവരെ നേർവഴിക്ക് നയിക്കാൻ നല്ല രീതിയിലുള്ള സ്റ്റഡി ക്ലാസ്സുകൾ, അവർക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു സത്സംഗമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും അത് വളരെ ഗുണം ചെയ്യും. ചിലപ്പം എത്രയോ കുട്ടികളാണ് ഇങ്ങനെ നമ്മൾ ഈ ടി വിക്കകത്തും വാർത്തയ്ക്കകത്തൊക്കെ കാണുന്നത്, സ്പീഡിൽ പോയി അപകടത്തിൽപ്പെടുന്നത്. അപ്പോൾ സ്പീഡ് പാടില്ല. അതൊക്കെ അവർക്കൊക്കെ ഒരു പക്വത ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഈ പക്വത ഒരു വൈകാരികമായ മെച്യൂരിറ്റി ഉണ്ടാകേണ്ടതാണ്. അതുണ്ടാകുമ്പോൾ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും. ഇവന്മാരൊക്കെ ഇവരെയൊക്കെ പ്രതീക്ഷിച്ച് വീട്ടിലൊരു അച്ഛനും അമ്മയും ഇരിപ്പുണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ
യോയോമാരോ അല്ലെങ്കിൽ ഇങ്ങനെ മുടി വളർത്തുന്നവരോ ഒന്നും ഇങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്. നല്ല രീതിയിൽ ജീവിക്കുന്ന പിള്ളേരും ഉണ്ട്. പക്ഷെ ഇങ്ങനെ കുറേ പാർട്ടികളുണ്ട് മറ്റുള്ളവരുടെ ജീവനോട് ഭീഷണി. ഇപ്പം ഞാനിച്ചിരി മാറിയില്ലായിരുന്നു എൻ്റെ കൈയമ്മ ഇടിച്ച് സൂപ്പാക്കി കളഞ്ഞത്. ഇവനെ എവിടുന്ന് വന്നെന്ന് പോലും അത്ര സ്പീഡിലാണ് പോകുന്നത്. ദൈവാധീനത്തിനായാലും എൻ്റെ കൈയുടെ തൊട്ടടുത്തുകൂടെ പോയത്. ഇതാണ് കാര്യം. നമ്മൾ ശ്രദ്ധിച്ച് നടന്നാൽ പോലും യോയോമാർ ശ്രദ്ധിച്ചില്ലേ നമ്മുടെ കാര്യം ഒരു പരുവാകും. ഇത് ഏതായാലും എല്ലാവർക്കും സദ്ബുദ്ധി ഈശ്വരൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല നല്ല കാര്യങ്ങൾ എല്ലാവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അനുഭവങ്ങളും അഭിപ്രായങ്ങളുമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയാം. എൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതിൽ അഭിപ്രായങ്ങൾ പറഞ്ഞതേ ഉള്ളൂ, കാഴ്ചപ്പാടുകൾ പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവശിവ.